കൗമാരപ്രായത്തിലുണ്ടാകുന്ന ഒരു ഒരു നാച്ചുറലായിട്ടുണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി, അത് പലപ്പോഴും റിസ്ക് എടുക്കുന്നതായിരിക്കാം. ഉദാഹരണത്തിന് ലഹരി ഉപയോഗിച്ച് നോക്കുക, അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ച് നോക്കുക, അല്ലെങ്കിൽ വളരെ സ്പീഡിൽ ബൈക്ക് റൈഡ് ചെയ്യുക. ഇതൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് പരീക്ഷിക്കാൻ ധൈര്യമില്ലാത്തവർ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ചേരുമ്പോൾ ആ ഇൻഹിബിഷനൊക്കെ മാറി അവരത് ചെയ്തെന്ന് വരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, ഇത്തരത്തിലുള്ള പോസിബിലിറ്റികളെക്കുറിച്ച്, അതിൽ നിന്നുണ്ടാകുന്ന കോൺസിക്വൻസസിനെക്കുറിച്ച് കുട്ടികളോട് മുൻകൂട്ടി തന്നെ സംസാരിക്കുകയും അത്തരം അവസരങ്ങൾ വന്നാൽ എങ്ങനെ അതിനെ നേരിടണം എന്നതിനെക്കുറിച്ച് പ്രിപ്പയർഡ് ആക്കുകയും വേണം. അതിന് ചിലപ്പോൾ അവർക്ക് നോ പറയാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. അത് കൂട്ടുകാരെ ഹേർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് ഇനി എനിക്ക് അക്സെപ്റ്റൻസ് കിട്ടില്ല, അവരുടെ കൂട്ടത്തിൽ കൂടാൻ പറ്റില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോകും എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് നോ പറയാനായിട്ട് വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ഒരു വ്യതിരിക്തമായ ഐഡൻറ്റിറ്റി സൂക്ഷിക്കാനും നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസുകളെ നോ പറയുന്നത് ഒരു ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും അതിനെക്കുറിച്ച് ലജ്ജിക്കേണ്ടതില്ലെന്നും അതിൽ നിന്ന് സുഹൃത്ത് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടാലും അവർക്ക് വീണ്ടും നല്ല സുഹൃത്തുക്കളെ, ഹെൽത്തി ആയിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടുമെന്നും ഒക്കെയുള്ള ബോധ്യങ്ങൾ അവർക്ക് കൊടുക്കുകയും ആ രീതിയിൽ അവരെ ധൈര്യപ്പെടുത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക. ചിലപ്പോൾ നമ്മൾക്ക് റോൾ പ്ലേകളൊക്കെ കൊടുക്കാൻ കഴിയും. അവരോട് വീട്ടിൽ വെച്ച് തന്നെ ഇത്തരം സന്ദർഭങ്ങളൊന്ന് ആക്ട് ചെയ്ത് കാണിക്കും. ഇപ്പം മാതാപിതാക്കൾക്ക് അങ്ങനെയൊരു പിയർ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അല്ലെങ്കിൽ സിബ്ലിങ്സിന് പരസ്പരം. അപ്പോൾ അത്തരത്തിൽ കുട്ടികൾക്ക് തന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സന്ദർഭം ക്രിയേറ്റ് ചെയ്യുക, അവിടെ എങ്ങനെ അതിനെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ നോ പറയണം എന്നുള്ളത് മുൻകൂട്ടി ഇത്തരത്തിലൊക്കെ അവരെ പരിശീലിപ്പിക്കാനായിട്ട് സാധിക്കും.